പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാപത്തിൽ വീണു പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ദൈവം എൻ്റെ പിന്നാലെ എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി ഇതാ എന്നെ അന്വേഷിച്ച് എൻ്റെ ചുറ്റും വന്ന് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ മുഴുവൻ മാലാഖമാരും ആ യേശുവിനോടൊപ്പം നമ്മളെ വീണ്ടെടുക്കുന്ന ശ്രമത്തിലാണ്. ഹല്ലേലൂയ. കാരണം ഈ ദൈവത്തിന് ഞാൻ വിലപ്പെട്ടതാണ്. ആ ദൈവം എന്നെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ഒരിക്കല് ഒരു കൊച്ചുകുട്ടി അപ്പനും അമ്മയും അവരോട് പറഞ്ഞു, നീ ആ പറമ്പിലുള്ള കുളത്തിന്റെ അടുത്തേക്ക് പോകരുത്, കാരണം ആ കുളത്തിന്റെ അരികെല്ലാം മണ്ണ് ഇടിയാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകരുത്. ഒരു ദിവസം അവൻ പയ്യെ സൂത്രത്തില് മാതാക്കന്മാർ കൊടുത്ത ആ ഉപദേശം നിഷേധിച്ച് കുളത്തിന്റെ അടുത്തേക്ക് പോയി. ആ കുളത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ആ വക്കിടിഞ്ഞ് ആ നേരെ കുളത്തിലേക്ക് വീണു. വീണതിന്റെ ഒച്ച കേട്ടിട്ട് അപ്പനും അമ്മയും ഓടി വന്നു. ഇവൻ ആ കുളത്തിൽ കിടക്കുകയാണ്. കുളത്തിന്റെ കരയിൽ അപ്പനും അമ്മയും എത്തി നിൽപ്പുണ്ട്. ഈ നിമിഷത്തില് അപ്പനും അമ്മയും കുളത്തിന്റെ കരയിൽ നിൽക്കുന്നു. കൊച്ചു വെള്ളത്തിൽ കിടക്കുന്നു. നമ്മളാണ് ആ കുട്ടി എന്ന് സങ്കല്പിക്കുക. നമ്മൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുമോ? ഇപ്പൊ അപ്പനും അമ്മയും എന്നെ തല്ലാനുള്ള വടി അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം എന്താണ്? ഞാൻ അവര് പറഞ്ഞത് അനുസരിക്കാതെ പോയത് കൊണ്ട് അവര് എന്നെ തല്ലാനുള്ള വടി അന്വേഷിച്ച് നടക്കുകയാണ് എന്ന് ഒരു കൊച്ചും ചിന്തിക്കുകയില്ല. ഹല്ലേലൂയ. പിന്നെയോ സത്യവും ഇത് തന്നെയാണ്. ഈ കൊച്ചിനെ എങ്ങനെ രക്ഷിക്കണമെന്നാണ് അപ്പനും അമ്മയും ചിന്തിക്കുക. അല്ലാതെ ഇവനെ ഏത് വടി കൊണ്ട് തല്ലണം എന്ന് ഏതെങ്കിലും അപ്പനും അമ്മയും ചിന്തിക്കുമോ? ഒരിക്കലുമില്ല. ഹല്ലേലൂയ. അവര് ചിന്തിക്കുന്നത് ഇവനെ എങ്ങനെ ഈ കുളത്തിൽ നിന്ന് പിടിച്ചു കയറ്റണം, എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നാണ്. ഈ ഒരു മനസ്സാണ് നമ്മുടെ ദൈവത്തിനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മയിൽ നമ്മൾ വീണു പോകുമ്പോൾ ദൈവം ചിന്തിക്കുന്നത് ഇവനെ ഏത് വടി കൊണ്ട് തല്ലണം എന്നല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവനെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം, അതാണ് ദൈവം ചിന്തിക്കുന്നത്. അപ്പൊ ഈ ഒരു ദൈവത്തിന്റെ മനസ്സ് നമ്മൾ സ്വീകരിക്കണം. ഇതാണ് എൻ്റെ ദൈവം ചിന്തിക്കുന്നത്. എന്നെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നതാണ് എൻ്റെ ദൈവത്തിന്റെ ചിന്ത. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒന്ന്, സ്വർഗം മുഴുവനും നമ്മളെ അന്വേഷിച്ച് ഇതാ യേശു നമ്മുടെ പിന്നാലെ വരുന്നു. രണ്ട്, ഈ ദൈവത്തിന്റെ മനസ്സാണെങ്കിലോ നമ്മളെ എങ്ങനെ വീണ്ടെടുക്കാം എന്ന മനസ്സാണ്, എങ്ങനെ രക്ഷിക്കണം എന്ന മനസ്സാണ്, എങ്ങനെ ശിക്ഷിക്കണം എന്ന മനസ്സല്ല. ഹല്ലേലൂയ. ഒട്ടേറെ ആളുകളുടെ ഉള്ളില് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒന്നാണ് കുറ്റബോധം. കുറ്റബോധം സ്വയം ശിക്ഷിക്കുവാനുള്ള പ്രവണതയാണ്. ഇത് വളരെ ഗുരുതരമാണ്. ആ കുറ്റബോധത്തിന്റെ ആധിക്യമാണ് നാം സ്വയം ശിക്ഷിക്കുന്ന പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഈ മദ്യപാനവും പുകവലിയും മയക്കുമരുന്നുകളും ഇതെല്ലാം സ്വയം നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. നീ എന്തിനാണ് നിന്നെ നശിപ്പിക്കുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഉള്ളിൽ കുറ്റബോധം കിടക്കുന്നതാണ്. ഹല്ലേലൂയ. എവിടെന്നോ കുറ്റബോധം നമ്മുടെ ഉള്ളിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അറിഞ്ഞിരിക്കുക,
മറ്റെല്ലാ മതങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വലിയ സൗഖ്യം ഈ കുറ്റബോധത്തിൽ നിന്നുള്ള വിടുതലാണ്. അതാണ് നമ്മൾ യേശുവിനെ അറിഞ്ഞത് വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹം, കുറ്റബോധത്തിൽ നിന്നുള്ള വിടുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മൾ യേശുവിൽ കണ്ടെത്തുന്നത് ഇതാണ്. പാപത്തിൽ വീണുപോയ എന്നെ അന്വേഷിച്ച് കണ്ടെത്തി എൻ്റെ പാപം കഴുകിക്കളഞ്ഞ് എൻ്റെ വീണ്ടെടുക്കാൻ വരുന്ന ഒരു ദൈവം. 2, എന്നെ എങ്ങനെ ശിക്ഷിക്കണമെന്നല്ല, എങ്ങനെ രക്ഷിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ദൈവം. 3, എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവം. ഇനി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഈ ദൈവം എന്നെ കൊണ്ട് മടുത്തിരിക്കുകയാണ്. കാരണം ഞാൻ എത്രയോ പ്രാവശ്യം പ്രതിജ്ഞ എടുത്തു, എന്നിട്ട് ലംഘിച്ചു. ഇനി അത്രയൊക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ എന്നാ പോട്ടെ, പുകഞ്ഞ പള്ളി പുറത്ത് എന്ന് പറഞ്ഞ് ദൈവം തള്ളിക്കളയുമെന്ന് ഇല്ല. നമ്മൾ പോലും നമ്മളെ ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാത്ത യേശുവാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.